വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എറണാകുളം വയനാട് നടന്ന LDC എക്സാമിൻ്റെ പ്രൊഫഷണൽ ആൻസർ കീയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ കോഡ് A ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ മാത്രമേ ഞാൻ വായിക്കണുള്ളൂ. A ആണ് ഓപ്ഷൻ 1ഉം 3ഉം. രണ്ടാമത്തത്, ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ സി ആണ്, മഹാരാജ കേരളവർമ്മ. ആൻസർ സി, മഹാരാജ കേരളവർമ്മ. മൂന്നാമത്തത്, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഒന്നും ശരി അല്ലാത്തവ ഇല്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഡിലീഷനിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതിൽ ആൻസർ ഇല്ല. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി ആണ് 1, 2, 3. ഇതാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തത്, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, മുഹമ്മദ് അലി ആൻഡ് ഷൗക്കത്ത് അലി. ആറാമത്തത്, ഇന്ത്യയുടെ കാലാവസ്ഥ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഉപഗ്രഹം? ആൻസർ ഓപ്ഷൻ എ ആണ്, ഇൻസാറ്റ് 3DS. ഓപ്ഷൻ എ, ഇൻസാറ്റ് 3DS. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഓവർലാപ്പോട് കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റീരിയോസ്കോപ്പ്. ആൻസർ ഓപ്ഷൻ ബി, സ്റ്റീരിയോസ്കോപ്പ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ആൻസർ ഓപ്ഷൻ കോണ്ടൂർ. ആൻസർ ഓപ്ഷൻ എ, കോണ്ടൂർ. ഒൻപതാമത്തത്, ഡോഡോബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം. ഡോഡോബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഓപ്ഷൻ ഡി ആണ്, നീലഗിരി കുന്ന്. ഓപ്ഷൻ ഡി, നീലഗിരി കുന്ന്. പത്താമത്തത്, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ആൻസർ ഓപ്ഷൻ സി, കൊൽക്കത്ത. ആൻസർ ഓപ്ഷൻ സി, കൊൽക്കത്ത. പതിനൊന്നാമത്തത്, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം. ആൻസർ ഓപ്ഷൻ എ, ചിന്നാർ. ആൻസർ ഓപ്ഷൻ എ, ചിന്നാർ. അടുത്തത് 12ാമത്തത്, ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം. ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആൻസർ ഓപ്ഷൻ ഡി, മനു കൗർ. ആൻസർ ഒന്നുകൂടി പറയാം. ആൻസർ ഓപ്ഷൻ ഡി, മനു ഭാക്കർ. ആൻസർ ഓപ്ഷൻ ഡി, മനു ഭാക്കർ. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏത്? താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത്. ആൻസർ ഓപ്ഷൻ എ, മൂന്നാമത്തത് മാത്രമാണ് ബന്ധമില്ലാത്തത്. ആൻസർ ഓപ്ഷൻ എ, 3. താഴെ പറയുന്ന അടുത്ത ക്വസ്റ്റ്യൻ 14ാമത്തത്, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി, നീതി ആയോഗ്. ആൻസർ ഓപ്ഷൻ ബി, നീതി ആയോഗ്. 15ാമത്തത്, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക
പ്രതിസന്ധിയും കമ്മിറ്റിയും. ആൻസർ ഓപ്ഷൻ ബി, ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിറ്റിയും. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, വാണിജ്യ ബാങ്കുകൾ. ആൻസർ ഓപ്ഷൻ ഡി, വാണിജ്യ ബാങ്കുകൾ. 17ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, 1, 2, 3. ആൻസർ ഓപ്ഷൻ സി. 18ാമത്തെ ക്വസ്റ്റ്യൻ. പാലിൻ്റെയും പയർവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ആൻസർ ഓപ്ഷൻ എ, 1ാം സ്ഥാനം. ആൻസർ ഓപ്ഷൻ എ, 1ാം സ്ഥാനം. 19ാമത്തെ ക്വസ്റ്റ്യൻ. 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആര്? 16ാം ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആര്? ആൻസർ ഓപ്ഷൻ സി, അരവിന്ദ് പനഗാരിയ. ആൻസർ ഓപ്ഷൻ സി, അരവിന്ദ് പനഗാരിയ. അടുത്ത ക്വസ്റ്റ്യൻ 20ാമത്തത്. ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആർട്ടിക്കിൾ 312. അടുത്ത ക്വസ്റ്റ്യൻ 21ാമത്തത്. യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? ആൻസർ ഓപ്ഷൻ എ, 7ാമത്തെ പട്ടികയിൽ. 22ാമത്തെ ക്വസ്റ്റ്യൻ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 3 മാത്രമാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തത്. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി, 1, 2, 3. ആൻസർ ഓപ്ഷൻ ബി. 24ാമത്തെ. ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, 1, 2, 4. അടുത്ത ക്വസ്റ്റ്യൻ 25ാമത്തെ. താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ, ശ്രീ നരേന്ദ്രമോദി. 26ാമത്തെ. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആര്? ആൻസർ ഓപ്ഷൻ സി, ശ്രീ കിഷോർ മക്വാന. 27ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിത? കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യ വനിത? ആൻസർ ഓപ്ഷൻ ബി, പത്മ രാമചന്ദ്രൻ. ആൻസർ ഓപ്ഷൻ ബി, പത്മ രാമചന്ദ്രൻ. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 309ാം അനുച്ഛേദപ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? 28ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, കേരള ഗവൺമെൻറ്. അടുത്ത ക്വസ്റ്റ്യൻ 29ാമത്തെ. ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് എന്തിനെ? ആൻസർ ഓപ്ഷൻ സി, തണ്ണീർത്തടങ്ങൾ. 30ാമത്തത്. വിവാഹബന്ധം വേർപെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഷബാനു കേസ്. 31ാമത്തത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്തത് 32ാമത്തത്. സമൂഹത്തിൽ വിവിധ
വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്ന് തന്നെ ഓൺലൈനായി കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കാതോർത്ത് പദ്ധതി. ആൻസർ ഓപ്ഷൻ എ, കാതോർത്ത് പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ 33-ാമത്തത്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ സി, പി സതീദേവി. 34-ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ ബി, 3ഉം 4ഉം. 35-ാമത്തെ ക്വസ്റ്റ്യൻ. ജീവകങ്ങളും അവയുടെ അപര്യാപ്ത രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ? ആൻസർ ഓപ്ഷൻ സി, 1ഉം 4ഉം. 36-ാമത്തെ ക്വസ്റ്റ്യൻ. ഹാൻഡ് ഫുട്ട് മൗത്ത് ഡിസീസിന് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, 2 മാത്രം. എന്താണ് 2? വൈറസ്. 37-ാമത്തെ ക്വസ്റ്റ്യൻ. പുകവലി മൂലം ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഉൾപ്പെടാത്തത്